நாங்க கேட்டதுக்கு நீங்க பதில் சொல்லலையே. നിങ്ങൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു പഴക്കച്ചവടക്കാരാണെന്ന്. പിന്നെ ഈ തുണി എടുത്ത് വെച്ചപ്പോ ഞാൻ കരുതി തുണിക്കച്ചവടക്കാരാണെന്ന്. ഇപ്പം മനസ്സിലായി കല്യാണമാണ് കച്ചവടമെന്ന്. അതിപ്പോ പെട്ടെന്ന് അവന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോ திடீர்னு வேணும்னு யார் சொன்னது? டேட் ஃபிக்ஸ் பண்ணா போதுமே. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. എവിടെ കല്യാണം കഴിഞ്ഞൊന്നും പഠിപ്പ് നടക്കില്ല. ഫുൾ ടൈം ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു, സ്വന്തമായിട്ടൊരു വരുമാനമില്ലാതെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ട് തെണ്ടു അമ്മേ എന്നും വിളിച്ചു. அது இந்த மദ്രാസിൽ എന്ത് பில்டிங் வேணும்னு சொல்லுங்க, அந்த பில்டிங் சூர்யா பேருக்கு ரெஜிஸ்டர் பண்ணி தரோம். എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? இல்ல சூர்யாவுக்கு ஏதாவது பிசினஸ் பண்ணுமா, அதுக்கு ஏற்பாடு பண்றோம். എന്തിന് ബിസിനസ് നടത്തി പൊളിയാനോ? இல்லனா பையனுக்கு பாலிடிக்ஸ்ல இன்ட்ரெஸ்ட் இருக்கா, அடுத்த எலெக்ஷன்ல சீட் வாங்கி கொடுத்துடலாம். എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനോ? மிண்டாரிக்கிட்ட எடுத்து சொல்லுங்கப்பா. എന്താ മേനോനെ, ഫിക്സ് பண்ணலாம்ல? അത് അവനോട് ചോദിക്കാതെ. என்ன மேனோனே, பசங்க 2 பேரும் இஷ்டப்படுறாங்க. சீக்கிரம் கல்யாணம் நடத்த வேண்டியது நம்ம பொறுப்பு தானே. கை கொடுங்க.